പ്രിയപ്പെട്ടവരെ, ഇന്ന് വളരെ സന്തോഷത്തോടുകൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാം, നമ്മൾ നിശാഗന്ധി പൂത്തതിൻ്റെ അടുത്തിരുന്നാണ് ഈ വീഡിയോ. ഇന്ന് വൈകുന്നേരം ഒരു 6 മണി തുടങ്ങി ഞങ്ങൾ മിക്കവാറും സമയം ഈ പൂവിൻ്റെ അടുത്താണ്. നല്ല സുഗന്ധം. അപ്പോൾ ഈ പൂവ് പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങളെല്ലാവരെയും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഭയങ്കരമായ ഒരു എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ നിശാഗന്ധി സന്ധ്യയായപ്പോൾ തുടങ്ങി ഇങ്ങനെ വിരിഞ്ഞു തുടങ്ങി. അപ്പോൾ പാതിരയായപ്പോഴേക്കും വിരിഞ്ഞ് നല്ലവണ്ണം വിരിഞ്ഞ് പൂത്ത് നിൽക്കുക. അപ്പോൾ ഇതിൻ്റെ ഓരോ ഘട്ടത്തിലുമുള്ള ആ രൂപങ്ങളാണ് ഇന്ന് ഇവിടെ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. ഒരു 6:15 നോക്കുമ്പോൾ ഈ മുട്ട ഏകദേശം ഈ അവസ്ഥയിലാണ്. അപ്പോൾ തോന്നി ഇന്ന് പൂക്കായിരിക്കുന്നു. കാരണം ഈ പൂമുട്ട് കണ്ടു തുടങ്ങിയിട്ട് ഇപ്പോൾ 10-14 ദിവസം കഴിഞ്ഞു. നമ്മൾ അന്വേഷിച്ചപ്പോൾ 14 ദിവസത്തിന് 20 ദിവസത്തിനിടയ്ക്കാണത് പൂക്കുക, വിരിയുക എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഇന്ന് ഇതിനെടുത്ത് നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് വെച്ചേക്കാണ്. നിശാഗന്ധി രാത്രി പൂക്കുന്ന ഒരു സസ്യമാണ്. കാക്ടസ് ഇനത്തിൽപ്പെടുന്ന ഒന്ന്. ബ്രഹ്മകമലം എന്നാണ് ഇതിന് ഹിന്ദിയിലൊക്കെ പറയുന്നത്. എപ്പിഫൈലം ഓക്സിപെറ്റാലം, ക്യൂൻ ഓഫ് ദ നൈറ്റ് പ്ലാന്റ്, ഇതൊക്കെയാണ് ഇതിൻ്റെ മറ്റു പേരുകൾ. ഒരു 7:30 ആയപ്പോഴേക്കും ഈ പൂവ് ഏകദേശം ഇത്രയും വിരിഞ്ഞു കഴിഞ്ഞു. ഇനി ഓരോ ഘട്ടത്തിൽ നമുക്ക് കാണാം. ഇത് ഞങ്ങൾ രാത്രി ചെറിയ കാവല്ല കുറച്ച് നാളായി നമ്മുടെ നിശാഗന്ധി പൂക്കും എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് 14-ാം രാവാണെന്നാണ് പറയണത്. കാരണം ഇത് ഈ പൂവ് മൊട്ട് കണ്ടു തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി, 14 ദിവസമായി എന്നാണ് തോന്നണേ. അപ്പോൾ നമ്മൾ മുന്നൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി. എന്തായാലും ഇന്ന് ഇത് വിരിയാനുള്ള മട്ട് കണ്ടപ്പോൾ ഇതിൻ്റെ അടുത്ത് പോർച്ചിൽ വെച്ചു. അങ്ങനെ ഞങ്ങൾ ഇത് വിരിയണമെന്ന് നോക്കിയിരിക്കുക. എങ്ങനെയുണ്ട്? ഇന്ന് പൂവ് വിരിയുമെന്ന് ഏകദേശം ഒരു തോന്നലുണ്ടായിരുന്നു അല്ലേ? എന്തായാലും നിശാഗന്ധി പൂത്തു. സന്തോഷമായോ? എത്ര നാളത്തെ കാത്തിരിപ്പ്? ഏകദേശം ഒരു 1.5 വർഷമായി തോന്നുന്നു അല്ലേ? ഇത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഐശ്വര്യമെന്ന് പറയണേ നമ്മുടെ നിശാഗന്ധി പൂക്കളോടത്ത്. അങ്ങനെയാണെങ്കിൽ ഇന്നോടെങ്കിലും ഭയങ്കര ഐശ്വര്യമായിരിക്കോ? സൂപ്പർ. അപ്പൊ അങ്ങനെ ഇന്ന് വിരിയാണ് കണ്ടത്. ഓരോ ഏതായാലും വിരിഞ്ഞ് വന്നാണ്ട. ശരിയല്ല, കൊള്ളാം. ഇന്ന് പാതിരാവയ്ക്ക് ഫുള്ള് വരും. ഏകദേശം 1 വർഷം മുമ്പ് എൻ്റെ വൈഫിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഇതുപോലെ പൂത്ത് നിൽക്കണ കണ്ടപ്പോൾ അവിടെ നിന്നൊരു തണ്ട് മേലെ ഒന്ന് തന്നെയാണ് അത് കൊണ്ടുവന്ന് നട്ടതാണ്. അപ്പോൾ ഈ വർഷം, അതായത് 1 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ഇത് പൂക്കുകയാണ്. ഇല പോലെ തന്നെ ഇരിക്കുന്ന തണ്ട് നട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയ ശുശ്രൂഷയൊന്നും വേണ്ട. പിന്നെ നട്ടുച്ചയ്ക്ക് വെയിലത്തൊന്നും കൊണ്ടുപോയി വെക്കാതിരിക്കുന്ന മാത്രം മതി. ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ്, പിന്നെ ഒരു അല്പം പാർഷ്യൽ ഷെയ്ഡ് അല്ലെങ്കിൽ എന്താ പറയുക തണലാണ് ഇതിന് കൂടുതലിഷ്ടം. പിന്നെ ഇങ്ങനെ സോയിലൊക്കെ ഉണങ്ങി തുടങ്ങുമ്പോൾ ഒന്ന് നനയ്ക്കുക. അത് റെഗുലറായിട്ട് ചെയ്യണം. അത്രയ്ക്ക് ശുശ്രൂഷ മതി. എന്തായാലും രാത്രി പൂക്കുന്ന ഇതായതുകൊണ്ട് നമുക്ക് രാത്രി ഇതിൻ്റെ പൂ കാണാൻ പറ്റില്ല. എന്തായാലും നമ്മൾ ഇന്ന് രാത്രി ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും വിരിയുന്ന ഓരോ ഘട്ടവും കാണാൻ തന്നെ മനഃപൂർവ്വം കരുതിയിരിക്കുക. അങ്ങനെയാണ് ഈ വീഡിയോ എടുക്കാൻ പറ്റിയത്. ഇപ്പോൾ 12 മണിക്ക് അതിൻ്റെ പൂർണ്ണ വികസനമായി. അപ്പോൾ ഈ പാതിര വരെ ഇങ്ങനെ കാത്തിരുന്നതിന് ഗുണമുണ്ടായി. ആ കൈയൊക്കെ അവിടെ നിന്ന് മാറ്റി. കേട്ടോ, നല്ല മനോഹരമായ പൂവാണ്. എന്ത് വലിയ പൂവാന്ന് നോക്കിയേ. അപ്പോൾ എന്തെങ്കിലും പറയാനെങ്കിൽ പറഞ്ഞോ. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇവിടെയുള്ള എല്ലാ പൂക്കളും ചെടികളൊക്കെ കൊണ്ടുവരികയും ശുശ്രൂഷിക്കുകയും ഒക്കെ വളർത്തുകയും ചെയ്യുന്നത് വൈഫാണ്. അതുകൊണ്ട് ഇന്ന് വളരെ എക്സൈറ്റഡാണ് ഇങ്ങനെ ഇത് പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ. ഇനി അധികം ദീർഘിപ്പിക്കുന്നില്ല. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടി കാണിക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് കൂടുതൽ വീഡിയോ കൊണ്ടുവരാൻ എന്നെ സഹായിക്കുന്നത്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. വീണ്ടും കാണുന്നവരെ ബൈ.